പിന്നെ വന്ന് തന്നെത്താൻ വെളിപ്പെടുത്തി കെട്ടിപ്പിടിച്ച് മുത്തമിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്കെതിരെ ദോഷമൊക്കെ വിചാരിച്ചു, പക്ഷേ ദൈവം അതെല്ലാം അനുകൂലമാക്കുന്നത്. നിങ്ങൾ ഭാരപ്പെടാതെ, നിങ്ങളെ ഞാൻ രക്ഷിക്കാം. വിവരിക്കുന്നില്ല. അങ്ങനെ യോസേപ്പിന്റെ കാലത്ത് മിസ്രൈമിലെത്തി. ദീർഘവർഷങ്ങൾ ഇവർ മിസ്രൈമിൽ പാർത്തു. ഏതാണ്ട് 430 വർഷത്തോളം മിസ്രൈമിൽ ഇവർ പാർത്തുവെങ്കിലും ചരിത്രം പറയുന്നത് 215 വർഷമാണ് പീഡ. ഈ മിസ്രൈമിൽ വെച്ച് യാക്കോബ് മരിച്ചു. നല്ല മരണമാണ്. മരിക്കുന്നതിന് മുന്നേ പിള്ളേരെല്ലാം വിളിച്ച് ഭാവികാലം സംബന്ധിച്ച് ദൂതുമെല്ലാം കൂടെ പറഞ്ഞ് ഓരോ ഗോത്രത്തെ തെറ്റാണ് രൂപേനോട് ശിമിയോനോടും ഒക്കെ പറയേണ്ട കാര്യം കൃത്യം രൂപേനെ വിളിച്ചു പറഞ്ഞു, രൂപേനെ നീ എൻ്റെ ആദ്യ ജാതന, സേട്ടതയുടെ വൈശിഷ്ട്യം, ബലത്തിന്റെ വൈശിഷ്ട്യം, ശക്തിയുടെ ആദ്യ ബലം. പക്ഷേ വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ഗുണമാകുകയല്ല. നിനക്ക് സ്ഥിരതയുള്ളവനല്ല, നിനക്ക് സ്ഥിരതയുള്ളവനാ. നീ വെള്ളം പോലെ തുളുമ്പുന്നവനാ, നിനക്ക് സ്ഥിരതയുള്ളവനാ, നീ ശ്രേഷ്ഠനാകരുത്. ഞാനൊക്കെ വിവരിക്കേണ്ടതാണ്. രണ്ട് ശിമയോനും ലേവിയും വിളിച്ചു പറഞ്ഞു. ശിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ ആയുധങ്ങൾ സാഹസത്തിന്റെ, അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിന്. ഈ ശിമയോനും ലേവിയെ പറ്റി പഠിക്കുമ്പോൾ ഇവർ ഈ 12 പേരിൽ ഇവർ രണ്ടും ഒരു ഗ്രൂപ്പാണ്. 12 എണ്ണത്തിൽ ഇവർ രണ്ടും ഒരു ഗ്രൂപ്പാണ്. അത് മിക്ക സഭയിലും ഉണ്ട്. 2 പേര് കാണും. അവരാണ് ഏത് പാസ്റ്റർ ഇവിടെ ഇരിക്കണം, ഏത് പാസ്റ്ററെ മാറ്റണം, ഏത് പാസ്റ്ററെ നീക്കണം, ഇതെങ്ങനെ കൊണ്ടുപോകണം, അതൊക്കെ അവർ 2 എണ്ണമാ. ഞാൻ ബത്തേരിയേജിയുടെ കാര്യമല്ല പറഞ്ഞ. സഭയെന്ന് പറയുമ്പോൾ സാർവത്രികമാണ്. അപ്പൊ ആ നിലയിൽ ചിന്തിച്ചാൽ നമുക്ക് നാളെ സഭായോഗം സമാധാനമായിട്ട് കൂടാം. ശിമയോനും ലേവിയും ഇവർ 2 പേരും ഒരമ്മ പെറ്റ ഇരട്ടകളെ പോലെ. ഇവരുടെ വാളുകൾ സാഹസത്തിന്റെ എന്ന് പറഞ്ഞ ഇവര് ക്ഷിപ്രകോപികൾ, ആത്മസംയമനമില്ല, ഇടിഞ്ഞ മതില് പോലെ. ഇവര് ഗ്രൂപ്പാ. ഇവർ രണ്ടും ഒരു ഗ്രൂപ്പാ. 12 പേരിൽ ഇവർ രണ്ടും. ഇവരൊരു ബൈക്കിലേ വരുവുള്ളൂ. സഭയ്ക്കകത്ത് വന്നാലും അടുത്തടുത്തേ ഇരിക്കുവുള്ളൂ. ഇവര് സൈഡ് സീറ്റിലേ ഇരിക്കുവുള്ളൂ. ഒരുത്തൻ നേരത്തെ വന്നാലും വെളി നിൽക്കും, മറ്റോ വന്നിട്ട് ഒന്നിച്ചേ ഇതിനകത്തോട്ട് കയറുള്ളൂ. യോഗം കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഒന്നിച്ചേ പോകുള്ളൂ. യോഗം കഴിഞ്ഞ് ഇവർ വീട്ടിൽ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ ഫോൺ ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ അതോ ഒത്തോണ്ട് തന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? ശിമയോനും ലേവിയും ഗ്രൂപ്പാ. ഇവരുടെ ഗ്രൂപ്പ് കൊണ്ടാ ഈ ഇതിനകത്ത് ചിത്തിരിപ്പുണ്ടാകുന്നത്. തമ്പുരാനപ്പോ ഒരു ദൂത് പറഞ്ഞു യാക്കോബിൽ കൂടി. ഇവരെ ആർക്കും ഒതുക്കാനൊക്കത്തില്ല. കാരണം ശിമയോനും ലേവി സഹോദരന്മാരാ. യാക്കോബിന് ലേയായി കൂടി ഞാൻ തലക്കനമുള്ള പിള്ളേരാ. ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഒന്നും മിണ്ട. ചില സഭയിൽ അങ്ങനല്ലേ, ചിലയിടത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് 2 പേര് അവരെല്ലാം നിയന്ത്രിക്കണം. നമുക്ക് അവരോടൊന്നും മിണ്ടാൻ ഒക്കത്തില്ല. ആൾബലം കാണും, അംഗബലം കാണും, കാശ് കാണും, പൊസിഷൻ കാണും, കേന്ദ്രത്തിൽ പിടി കാണും, പുനലൂർ പിടി കാണും, കോഴിക്കോട്ട് പിടി കാണും. അങ്ങനെയൊക്കെ അവർക്ക് നല്ല, പിന്നെ കാശ് കാണും. അങ്ങനെ മേളിലൊക്കെ നല്ല പിടിയാ. ഒറ്റ ഫോൺ ചെയ്താൽ മതി, കാര്യം അന്നേരം നടത്തിത്തരും. മിടുക്കരാ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറി ഒന്നും പറയാനും ഒക്കത്തില്ല, മിണ്ടാനും ഒക്കത്തില്ല. ഗ്രൂപ്പിസം. അതുകൊണ്ട് ആരും ഒന്നും. ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയും. ചില സഭകളിൽ ചില ഇടങ്ങളിൽ ഗ്രൂപ്പ് കാണും. നമ്മൾ കേസിനും പോകണ്ട, കോടതിക്കും പോകണ്ട, വഴക്കുണ്ടാക്കാനും പോകണ്ട, അടിയന്തര കമ്മിറ്റിയും കൂടണ്ട, ഒന്നും കൂടെ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കണം, മുഴങ്കാലിലിരിക്കണം. അപ്പൊ ദൈവം ഒരു ദൂത് പറഞ്ഞു. ഇവര് ഗ്രൂപ്പാ. ശിമയോ 5-ാം വാക്യം വായിച്ച് 5-ാം വാക്യം 5. ശിമയോനും ലേവി സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ എന്നുള്ളവ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്. ഇവര് യോഗം വെച്ചാൽ പോകരുത്, നമ്മുടെ യോഗത്തിന് വിളിക്കരുത്, ഇവര് സാഹസക്കാരാ, എടുത്തിക്കാട്ടക്കാരാ. അതുകൊണ്ട് തമ്പുരാൻ ദൂത് പറഞ്ഞു. ഇവര് ഗ്രൂപ്പാണ്. തമ്പുരാൻ ദൂത് പറഞ്ഞത് 7-ാം വാക്യം ഉറക്കെ ഒന്ന് സ്ഫുടമായിട്ട് വായിക്കാമോ? അമ്മാമ്മ പെട്ടെന്ന് വായിക്കുന്നുണ്ട്, അഭിനന്ദിക്കുന്നു. എന്നാൽ ഒരു ക്ഷമയോടെ ഈ മൈക്കിൽ കൂടെ ഒന്ന് വായിപ്പിക്കട്ടെ. വായിപ്പിക്കട്ടെ. മൈക്കിൽ കൂടെ ഒന്ന് വായിച്ച 7-ാം വാക്യം. ആര് വായിക്കും? നിങ്ങൾ ആരെങ്കിലും വായിക്കും? അവരുടെ ഉഗ്രകോപവും കഠിനക്രോധവും ശപിക്കപ്പെട്ടത്. അടുത്ത പദം ഞാനവരെ യാക്കോബിൽ
പകുക്കും. സ്തോത്രം. ഇവരുടെ ഉഗ്രകോപവും ക്രോധവും കഠിന ക്രോധവും ശപിക്കപ്പെട്ടതാണ്. അടുത്ത തമ്പുരാൻ ദൂത് പറഞ്ഞു യാക്കോബിക്ക്, ഞാനവരെ യാക്കോബിൽ പകുക്കും എന്ന് പറഞ്ഞാൽ ദൈവം പറയുക, ഇവര് ദീർഘനാളുകളായിട്ട് ഗ്രൂപ്പിസമല്ലേ രണ്ടെണ്ണം. ഇവർ രണ്ടും കൂടെ അല്ലയോ വടിവാളെടുത്ത് ശേഖേമിൽ പോയത്. ഇവരല്ലേ അപ്പനോട് അനുവാദം ചോദിക്കാതെ എടുത്ത് ചാടിയത്. ഇവരല്ലയോ വേദനപ്പെട്ടിരുന്ന ശേഖേമ്പവന്മാരെ വെട്ടിക്കൊന്നത്. ഇവരല്ലയോ ക്ഷിപ്രകോപികള്. തമ്പുരാൻ ദൂത് പറഞ്ഞു, ഞാൻ ഇവരെ പകുക്കും എന്ന് പറഞ്ഞാൽ അവന്റെ ഗ്രൂപ്പ് ഞാൻ പൊട്ടിക്കും. ഞാൻ ദൈവമക്കളോട് പൊതുലോകത്തോട് പറയാം, പൊതുസഭയോട് പറയാം, അത് ബത്തേരി ഏരിയ എന്നല്ല, പെന്തിക്കോസ് ലോകത്തോട് പറയാം, സഭയ്ക്കകത്ത് ഗ്രൂപ്പിസം ഉണ്ടാക്കരുത്. വെളുത്തവനെന്നോ കറുത്തവനെന്നോ കാശുള്ളവനെന്നോ കാശില്ലാത്തവനെന്നോ കുചേലനെന്നോ കുബേരനെന്നോ മിടുക്കനെന്നോ പോഷനെന്നോ ഗ്രൂപ്പിസം ഉണ്ടാക്കരുത്. ഞങ്ങളെല്ലാം അമേരിക്കക്കാർ, അവരെല്ലാം പേർഷ്യക്കാർ, ഞങ്ങൾ ലണ്ടൻ, ഞങ്ങൾ നാടൻ ഒന്നും പാടില്ല. അവരിച്ചിരി കുറഞ്ഞതാ, ഞങ്ങൾ ഇച്ചിരി കൂടിയതാ, അതൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല. ഇതിനകത്ത് ഗ്രൂപ്പിസം പാടില്ല. ഈ രണ്ടെണ്ണം ഗ്രൂപ്പാ. തമ്പുരാൻ ദൂത് പറഞ്ഞു, ഞാൻ ഇവന്മാരെ രണ്ടിനെയും കൂടെ പകുക്കും. വർഷങ്ങൾ കഴിഞ്ഞപ്പോ തമ്പുരാൻ പകുത്തു. സമാഗമന കൂടാരമൊക്കെ പഠിച്ചു വരും പറയാം, പകുത്തു. പാളയത്തിന്റെ ക്രമീകരണം വന്നപ്പോ തമ്പുരാൻ 4 പാളയം ഒപ്പിച്ചു. രൂപേന്റെ പാളയം, യഹൂദ പാളയം, എബ്രാഹിം പാളയം, ദാൻ പാളയം. രൂപേന്റെ പാളയത്തിൽ ഇങ്ങോട്ട് കയറ്റി വെച്ച്, രൂപേനെ കയറ്റി വെച്ച്, ശിമിയോനെ കയറ്റി, ലേവിയെ വിളിച്ചില്ല. പകുത്തു ദൈവം. ശിമിയോനെ വിളിച്ചപ്പോ ശിമിയോൻ കണ്ണ് കാണിച്ച്, ലേവി അടുത്തത് നിന്നെ വിളിക്കുന്നത്, വിളിച്ചില്ല. അവിടെ വെച്ച് പകുത്തു, തട്ടി മാറ്റി. സ്തോത്രം. ഇതിനകത്തെ ആത്മീയ പാഠം, നീ പകുക്കാൻ പോകണ്ട, ഞാൻ പകുക്കാൻ പോകണ്ട, ഞാനും നിങ്ങൾ ഒന്നും ചെയ്യണ്ട. സകലതും മർക്കോസ് 7:37 വായിക്കുന്നത്, അവിടുന്ന് സകലതും നന്നായി ചെയ്യുന്നവന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. മുഴുവൻ കാര്യം അവിടുന്ന് നന്നായിട്ട് ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്. ഓടിച്ചു പോകാം. അങ്ങനെ ഇവര് യാക്കോബിന്റെ മരണം നല്ല മരണമാ. കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് കാലെടുത്ത് കട്ടിലെ വെച്ച് പ്രാണനെ വിട്ട് പിതാക്കന്മാരോട്. അടുത്തത് യോസേപ്പിന്റെ മരണം. യോസേപ്പിന്റെ മരണവും നല്ല മരണമാണ്. യാക്കോബ് 147 വയസ്സ് മരിച്ചു, യോസേപ്പ് 110 വയസ്സ് മരിക്കുന്നു. മരിക്കുന്നതിന് മുന്നേ യോസേപ്പ് സഹോദരന്മാരെ വിളിച്ചു പറഞ്ഞു, ഞാൻ മരിക്കാൻ പോകുക, ദൈവം നിങ്ങളെ സന്ദർശിക്കും. അങ്ങനെ നിങ്ങളെ സന്ദർശിക്കുമ്പോൾ മിസ്രയീമിൽ നിങ്ങളെ കനാനിലോട്ട് കൊണ്ടുപോകുമ്പോൾ എൻ്റെ അസ്ഥിയും കൂടെ ഇവിടുന്ന് കൊണ്ടുപോകണം. കാരണം ഞാൻ ഇവിടെ പാർത്തെങ്കിൽ ഇവിടുത്തുകാരനല്ല, ഞാൻ അവിടുത്തുകാരനാണ്. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. വിവരിക്കുന്നില്ല, ഓടിച്ചു പോകാം. അനന്തരം യോസേപ്പിനെ അറിയാത്തൊരു രാജാവ് എഴുന്നേറ്റു മിസ്രയീമിൽ. അഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. ഇസ്രായേൽ മക്കളോട് പീഡ തുടങ്ങി. അങ്ങനെ ഇവരെ പീഡിപ്പിച്ച്, ഇടയ്ക്കത്തെ ഭാഗമെല്ലാം അങ്ങ് വിടുക, പീഡിപ്പിച്ചു. ഇവര് പീഡ നിമിത്തം ദൈവത്തോട് നിലവിളിച്ചു. പീഡിപ്പിക്കാൻ കാര്യം 2 കാര്യമാണ്. അവിടെ ഫറവോൻ പുതിയ രാജാവ് എഴുന്നേറ്റ് ഇസ്രായേൽ പുരുഷന്മാരെ എല്ലാം കൂടെ നോക്കിയപ്പോൾ അവരെ പറ്റി സാക്ഷി പറയാ, ഇസ്രായേൽ പുരുഷന്മാരെല്ലാം ശക്തിയും ബാഹുല്യവും ഉള്ളവര്. ആണുങ്ങളല്ല, ശക്തിയും നല്ല ബാഹുല്യം. സ്ത്രീകളെ പറ്റി സൂതികർമ്മണികൾ സിപ്രായും പൂവായും രണ്ടും കൂടെ രാവിലെ പോവുക കൊച്ചുങ്ങളെ കൊല്ലാൻ. സിപ്രായും പൂവായും കൂടെ പോവുക. എന്തിനാ? കുഞ്ഞുങ്ങളെ ഞെക്കി കൊല്ലാൻ. പക്ഷെ നല്ല സ്ത്രീകളാണ്, നേഴ്സന്മാർ, എന്തേലും ആയിക്കോട്ടെ. ഇനിയിപ്പം ഈ 2 പെണ്ണുങ്ങള് അവിടെ ചെന്ന് കൊച്ചുങ്ങളെ കണ്ടിട്ട് കൊല്ലാൻ തോന്നുന്നു. അതുങ്ങളെ രക്ഷപ്പെട്ടു. എനിക്കൊന്ന് അതുകൊണ്ടായിരിക്കും നേഴ്സുമാർക്കെല്ലാം നന്മ. പിന്നെ 10 തോറ്റവനും നേഴ്സിനെ മതി. അവൻ 10 തോറ്റ് ഊപ്പാട് വന്നവനാ, എന്നാലും കല്യാണം കഴിഞ്ഞവൻ നേഴ്സിനെ പാസ്റ്റർ അറിയുമല്ലോ. നേഴ്സ് അതിന് പുറപ്പാട് 1:8 മുതൽ താഴോട്ട് അവൻ പഠിച്ചു വെച്ചിരിക്കുക. സ്തോത്രം. അവർക്ക് കരുണ ചെയ്തെന്ന്. അപ്പൊ ഈ സിപ്രായും പൂവായും വന്ന് പറയുന്നൊരു പദമുണ്ട്. അയ്യോ, എബ്രായ സ്ത്രീകൾ മിസ്രൈമിയ സ്ത്രീകളെ പോലെ അല്ല, അവര് നല്ല നിറമുള്ള. ഒരു സഹോദരി വായിച്ചു, അവര് നല്ല നിറമുള്ള സ്ത്രീകളാണ്. ഞാൻ പറഞ്ഞു, നിറം കാണുമായിരിക്കും, എബ്രായ സ്ത്രീകളല്ലേ. പക്ഷെ ഇവിടെ നിറമെന്നല്ല, തിറമുള്ളവർ.
ഈ തെറമെന്ന വാക്കിന് പല അർത്ഥമുണ്ട്. ഈ കൊട്ടാരക്കര പിന്നെ ഈ പറങ്ങാമൂട്ടി ചാക്കോച്ചാൻ, പി കെ ചാക്കോച്ചാന്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കാണുന്നില്ല. എൻ്റെ ഈ പണ്ടുണ്ടായിരുന്നു. ഒരുത്തനത് കൊണ്ടുപോയിട്ട് തന്നുമില്ല. സത്യവേദ പുസ്തക കമന്ററി നീ കണ്ടു. അപ്പൊ അതിനകത്ത് അന്ന് നോക്കിയപ്പോ ഈ തിറമെന്ന വാക്കിന് ഏതാണ്ട് 10-18 അർത്ഥം കൊടുത്തിട്ടുണ്ട്. തിറം അതിൽ 1-2 പറയാം. കാരണം എല്ലാം പറഞ്ഞാൽ നിങ്ങൾ എന്നോട് കയറി ഓടക്കൊണ്ടാണ്. 1-2 പറയാം. തിറമെന്ന വാക്കിന്റെ അർത്ഥം. ഈ തിറമെന്ന വാക്കിന് ഒരർത്ഥം, പ്രശ്നങ്ങൾ വന്നാൽ തൻ്റെ ഇടത്തോടെ നേരിടാൻ തൻ്റെ ഇടമുള്ള സ്ത്രീകൾ. അതാ തിറമെന്ന വാക്കിന്റെ ഒരർത്ഥം. മിസ്രയീമ സ്ത്രീകളെ പോലല്ല എബ്രായ സ്ത്രീകൾ തിറമുള്ളവരാ. ആ തിറമെന്ന വാക്കിന് 10-18 അർത്ഥം കൊടുത്തതിൽ ഒരർത്ഥം, ഏത് പ്രശ്നങ്ങൾ വന്നാലും അത് തൻ്റെ ഇടത്തോടെ നേരിടാൻ തൻ്റെ ഇടമുള്ള സ്ത്രീകൾ. തെളിവ്, മോശെ ജനിച്ചപ്പോ ദിവ്യ സുന്ദരനാ. സുന്ദരൻ, സൗന്ദര്യമുള്ളവൻ, ദിവ്യ സുന്ദരൻ 3 പദമാണ്. പുറപ്പാട് പുസ്തകത്തിലും അപ്പോസ്തല പ്രവൃത്തി എബ്രായ ലേഖനങ്ങളോട് ചേർത്ത് പഠിച്ചാൽ സൗന്ദര്യമുള്ളവൻ, സുന്ദരൻ, ദിവ്യ സുന്ദരൻ. ഈ കൊച്ചിനെ 3 മാസം ഒളിപ്പിച്ചു. അത് ഈ അമ്മയെ ഒളിപ്പിച്ചു. ആ തിറമെന്ന വാക്കിന്റെ തൻ്റെ ഇടം കണ്ടോ? എനിക്ക് ഈ കൊച്ചു കരയത്തില്ലേ? ഇങ്ങനെ അത് മാനേജ് ചെയ്തെന്നുള്ളതാണ് എന്റെ ചിന്ത. ഞാൻ പറയാം, പുസ്തകത്തിൽ എഴുതിയില്ലെങ്കിൽ എൻ്റെ ഒരു യുക്തിക്ക് നിരക്കുന്ന ഒരു ചിന്തയാ. കൊച്ചു കരയാനുള്ള ഒരു സന്ദർഭവും അമ്മ ഇത് കൊച്ചു കടഞ്ഞ് കീറി അതിന്റെ അണ്ണാക്കും പറ്റിയാ പോലും അവള് അതാണ് വില്ലിച്ചിരിക്കും പറഞ്ഞു കൊച്ചിനെ വളർത്തുക. അവസാനം പറഞ്ഞ കൊച്ചോട്ട് കുത്തും, എന്നാലും പിന്നെ അത് കിടന്ന് കീറുന്നു. ഇത് നല്ല കൊച്ചി കരയാനുള്ള ഒരു രംഗോ. അതുകൊണ്ടാ അല്ലെ കൊച്ചു കരഞ്ഞാൽ കേൾക്കുകയല്ലേ? അയ്യോ, മിസ്രയീമിലെ പട്ടാളക്കാർ ബൂട്ട് പൊടപെടവാന്നാ നടക്കുന്നത്. കൊച്ചുകട മണമടിച്ചാവന്മാര് കയറി ഞെക്കി കൊല്ലും. തിറമെന്ന വാക്കിന്റെ അർത്ഥം കണ്ടോ? പിന്നെ കാര്യപ്രാപ്തിയുള്ള സ്ത്രീകളാണ്. സഭയ്ക്കകത്ത് അങ്ങനെയുള്ളവർ വേണം, വീട്ടിലും അങ്ങനെയുള്ളവർ വേണം. നിന്റെ വീടിന്റെ രക്ഷപ്പെടും, സഭയ്ക്കും അനുഗ്രഹമാണ്. എന്തോ സ്ത്രീകളാ. മാത്രമല്ല തിറമെന്ന വാക്കിന്റെ അർത്ഥം 3 മാസം ഒളിപ്പിച്ചു. പിന്നെ ഒളിപ്പിക്കാൻ വയ്യാറ്, കൊച്ചു വളരുകയല്ലേ. അമ്മയും മോളും കൂടെ ഒരു സൂത്രവല്ലൊരു പദ്ധതി കിട്ടി. കൊച്ചിനെ നമുക്ക് ഞാങ്ങണ പട്ടകത്തിനകത്ത് കൊച്ചിനെ സെറ്റ് ചെയ്തു. കീലും പശുവെല്ലാം വെച്ച് ഒട്ടിച്ചു. അമ്മയും മോളും കൂടെ ഇതുമായിട്ട് പോയി. അമ്മ മോളോട് പറഞ്ഞിട്ട് എങ്ങനെ മിരിയാം 8 വയസ്സേ ഉള്ളൂ. അവള് പറഞ്ഞു, മമ്മി ഇവിടെ നിൽക്കും, ഞാൻ അതിന് പണി പറ്റില്ലെന്ന് പറഞ്ഞു. അവളെ കൊച്ചു പട്ടകമായിട്ട് പോയി ആ ഞാങ്ങണയുടെ ഇടയിൽ കൊണ്ടുവച്ചു. അവിടെ വെച്ച് അവിടെ 2-4 വായിക്കുന്നത്, അവൻ എന്ത് ഭവിക്കുമെന്ന് അറിയേണ്ടതിന് അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. 2-4 അവൻ എന്ത് ഭവിക്കുമെന്ന് അറിവാൻ അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. മോശയുടെ പെങ്ങൾ മിരിയാം 8 വയസ്സേ ഉള്ളൂ. ഇങ്ങനെ ദൂരത്ത് നിൽക്കുക. 8 വയസ്സുള്ള കൊച്ചാ. നമ്മുടെ 16 വയസ്സായിട്ട് ഒരു പക്വത വന്നിട്ടില്ല. 8 വയസ്സ്. അമ്മ അതുപോലെ യോഖേബേദ് ദൂരത്ത് ഇങ്ങനെ നിൽക്കുക. അവനെന്ത് ഭവിക്കുമെന്നറിയാൻ. എന്തോ തിറമെന്ന വാക്കിന്റെ അർത്ഥം കണ്ടോ? അങ്ങനെ ഇവള് വീക്ഷിച്ച് നിന്നപ്പോൾ, ശ്രദ്ധിച്ചിരുന്നപ്പോ ഫറവോന്റെ പുത്രിയും തോഴിമാരും കുളിക്കാൻ വരുന്നു. അവരിങ്ങനെ വന്നപ്പോ ഒരു കൊച്ചിനെ കണ്ടു. പെട്ടകം എടുത്ത് നോക്കിയപ്പോ യോ എബ്രായ കുട്ടി, നല്ല ഒന്നാമതിന് നല്ല സൗന്ദര്യം കണ്ടപ്പോ തന്നെ ഒരു ദൈവീക സാന്നിധ്യം. അതുകൊണ്ടാ കൊല്ലാഞ്ഞ്. ഒരു ദൈവീക സാന്നിധ്യം. ആ സാന്നിധ്യം ഉള്ളത് കൊണ്ടാ ദിവ്യ സുന്ദരൻ എന്ന പദം വന്നത്. അതുകൊണ്ടാ ദിവ്യ, ദൈവീകമായ ഒരു സൗന്ദര്യം. കൊച്ചിനെ കണ്ടപ്പോഴേ ആ സൗന്ദര്യം. കൊച്ചിനെ പെട്ടകം തുറന്ന് കൊച്ചിനെ എടുത്തൊന്ന് കണ്ടപ്പം ഈ 8 വയസ്സുള്ള ഇപ്പം കൊച്ചങ്ങോട്ട് ചെന്ന് വെച്ചു, എന്റെ ഭാഷയല്ല, നമ്മുടെ പഴയ കേരളത്തിലെ ശൈലി വെച്ചാ പറഞ്ഞത്, അങ്ങോട്ട് ഇന്ന് തമ്പുരാട്ടി ഈ കൊച്ചിനെ വളർത്താൻ ആളിനെ വേണമെന്ന്. അവള് ഒരു എബ്രായ പെൺകുട്ടിയാണ്. ഭാവവ്യത്യാസം ഒന്നുമില്ല കേട്ടോ.
നമ്മളന്ന് ഓടിച്ചു എന്റെ പൊന്നേ നിന്റെ പെടലി ഞെക്കും അവള്. അത്തറവന്റെ വാക്കിന് അത്ര നല്ല തന്മയത്തമാണ്. അവൾ ഓച്ചാനിച്ചു പറഞ്ഞു, കുഞ്ഞിനെ വളതാ പറവന്റെ പുത്രി, നിനക്ക് ആരെങ്കിലും പരിചയമുണ്ടോ? ഞാൻ നോക്കിയിട്ട് കൂടെ. ഇവള് ഓടി വന്ന് വീട്ടിൽ വന്ന് ഇവിടെ അമ്മയോട് പറഞ്ഞു, പരിപാടി വിജയിച്ച് പെട്ടെന്ന് വരാൻ, ഡ്രസ്സ് മാറി വാ. അമ്മ അതിലും പിടി. അമ്മയ്ക്ക് ഒരു ഭാവവ്യത്യാസമില്ല. അമ്മ ഇങ്ങോട്ട് വന്ന് അവളും ദൂരെ മാറി ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുക. ഉടനെ പറവന്റെ പുത്ത് പറഞ്ഞു, എടി ഞങ്ങൾക്ക് കിട്ടിയതായി കൊച്ചിനെ, ഇതിനെ പാല് കൊടുത്ത് വളർത്തണം, ശമ്പളം തന്നേക്കാം. ആട്ടെ, വിഷയം പരിഹരിച്ച കണ്ടോ? നിങ്ങൾ വല്ലവരും വരുന്നില്ലേ? എന്റെ പൊന്നുമോന് കാൽവരി രക്തം, ഹല്ലേലൂയ, വിക്ടറി. എന്റെ പെടല് കാണുകയല്ല. ചില സന്ദർഭങ്ങളിൽ വളരെ വിവേകത്തോടെ, അതിലെ സദൃശവാക്യത്തിൽ സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും പറ? അവിടെ വലിപ്പമൊക്കെ അവിടെ ഇരിക്കട്ടെ, ആർക്ക് കിട്ടുമെന്ന് ആദ്യം പറ. പ്രവർത്തിയിൽ സമർത്ഥനായ പുരുഷന്, സാമർത്ഥ്യമുള്ള സ്ത്രീയുടെ വിശേഷത അവിടെ എഴുതിയിട്ടുണ്ട്. അവളെ പറ്റി, അവൾ നന്നാ രാവിലെ എത്രയായാ പൊങ്ങുകയല്ല. ഇവിടെ ഈ വയനാട്ടിലെ ഹൈറേഞ്ചിലും ഒക്കെ അധികാലത്ത് എഴുന്നേറ്റ് ഒക്കും. അയ്യോ സെൻട്രൽ ട്രാവൻകൂടി വാ, എത്രയായാലും 8:45 കസാര നിറച്ച് വന്ന് മുടിയും ചീ കെട്ടുകയില്ല, വല്ലും തേക്കുക, എല്ലാത്തിനും തീരുന്നത്, കുളിക്കുകയില്ല മിക്കത്. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഹൈന്ദവ സ്നേഹിതന്മാര് സഹോദരിമാരൊക്കെ രാവിലെ കുളിച്ച ചമ്പലത്തിൽ. എന്റെ വല്യമ്മച്ചി ഇപ്പം 105 വയസ്സുണ്ട്. ഇപ്പോഴാ ചിലപ്പോൾ ക്ഷീണം, എന്നാലും വലിയ ക്ഷീണമില്ല. ഇപ്പോഴും കുളിക്കും വെളുപ്പിനെ. എന്നും ഞാൻ കൊച്ചിലെ കണ്ടിട്ടുണ്ട്, അമ്മച്ചി കുളിക്കാതെ അടുക്കളയിൽ കയറുക. തെറ്റിദ്ധരിക്കരുത്, ക്രിസ്ത്യാനികള് സ്ത്രീകള് കുളിച്ചാ പിന്നെ അടുക്കളയിൽ കയറുകയല്ല. ഈ നമ്മൾ മലയാള ഭാഷയിലുണ്ടല്ലോ അർത്ഥവ്യത്യാസം കുറിക്കുക. സന്ധ്യയായ അച്ചായം എന്ന് പറഞ്ഞ് മോളി ഒരു കാപ്പി, പിന്നെ കൂപ്പി, ഞാൻ കുളിച്ചതേ ഉള്ളൂ, ഇനി അടുക്കളയിൽ കയറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കൂപ്പി കുടിക്കാൻ കണ്ട നേരം കേട്ടോ, നേരെ തല തിരിഞ്ഞ കണ്ടോ പിന്നെ അടുക്കള. സാമർത്ഥ്യമുള്ള സ്ത്രീയ അവൾ നന്നാ രാവിലെ എഴുന്നേക്കണം. വേണ്ടേ? ജോലി ഉണ്ടെങ്കിലും ഈ ഞായറാഴ്ച ആണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ എഴുന്നേറ്റോ. ആ കല്ലറ സ്ത്രീകള് 8:30 ആയപ്പോഴാന്നോ പോയെ? മക്തൽമേരി അതിരാവിലെ കൂട്ടരുമായി അങ്ങേ ഈ ദിനത്തിൽ ഏഴയിതാ രാവിലെ തിരുമുൻപിൽ ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന നിത്യ ജീവൻ. അത് രാവിലെ. അപ്പൊ സാമർത്ഥ്യമുള്ള സ്ത്രീ അവൾ നന്നായി രാവിലെ വീട്ടിലുള്ള എല്ലാവർക്കും ആഹാരം കൊടുക്കും. അല്ല സ്വന്തം കാര്യം മാത്രം നടത്തുകയല്ല. സ്തോത്രം. ഒരു കാര്യം അവളെ പറ്റി എഴുതിയിട്ടുണ്ട്, അവള് കച്ചവട കപ്പലാണെന്ന്. എന്തുവാ കച്ചവട കപ്പൽ? ഇപ്പൊ കച്ചവട കപ്പലല്ല, പടക്കപ്പല. നങ്കൂര് പഠിച്ചോണ്ടിരിക്കുക, പീരങ്കി 4 വശത്തും പീരങ്കി. അവൻ ഏത് സൈഡിൽ കൂടെ വന്നാലും പടക്കപ്പലല്ല, കച്ചവടക്കപ്പല. ഈ തറമല്ല വാക്കിന്റെ അർത്ഥം ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളത്.
10-18 അർത്ഥമുണ്ട്. ഞാനിപ്പോൾ അതിൽ ഒന്നേ പറഞ്ഞോളൂ. ബാക്കി വേണോ? വേണ്ട, കൊച്ചമ്മയ്ക്ക് ഒട്ടും വേണ്ട. ഇത്ര കിട്ടിയപ്പോഴേ മതി. വേണ്ട വേണ്ട, അത് മതി, ഉള്ളതൊക്കെ മതി. എങ്ങനെയും ഒന്ന് ഗുണമാകട്ടെന്ന് ഓർത്തായിരിക്കും. അല്ല, അനേകർക്ക് പ്രയോജനമായി തീരട്ടെ. ദൈവത്തിന്റെ മഹത്വം. ഒരാളെ ഉദ്ദേശിച്ചല്ല. ആ തരമെന്ന വാക്കിന്റെ അർത്ഥം പ്രശ്നം നന്നായിട്ട് സാമർത്ഥ്യമുള്ള സ്ത്രീ അങ്ങനെ വീട്ടിലോ സഭയിലോ നാട്ടിലോ പ്രശ്നം വന്നാൽ അത് മാനേജ് ചെയ്യണം. ചെവി അറിയാതെ. പിന്നെ ആ 2 സ്ത്രീകളല്ലയോ ഇസ്രായേൽ ഗൃഹം. ചേട്ടനും അനിയനും കൂടെ കൊമ്പ് കുറക്കുന്ന കണ്ടപ്പോൾ അമ്മ പറഞ്ഞടാ ഓടിക്കോ, എന്റെ ആങ്ങളെ 10,000 സ്വതന്ത്ര സഭയാ, ഏരിയ ഒന്നുമല്ല, എന്നാലും ഓടിക്കോളാൻ പറഞ്ഞു. ഇവിടെ നിന്ന് പിന്നെ പ്രശ്നമല്ലേ. എന്റെ ആങ്ങളെ ലാമാൻ 10,000 ഓടിക്കോ, സ്വതന്ത്ര കൂട്ടായ്മയാ, ഓർഡിനേഷനൊക്കെ അവൻ തന്നോളും. നിങ്ങൾ 2 കൂടെ ഒരു ദിവസം തീരുന്നത് എനിക്ക് വിഷയം പരിഹരിച്ചു കണ്ടു. സ്തോത്രം. ദാവീദ് ആൾക്കാരെ വിട്ട് ഭക്ഷണം ചോദിച്ചപ്പോ മാവോന്യൻ കൊടുത്തില്ല. ഞാൻ അറിയത്തില്ല ദാവീദിനെ, എനിക്കറിയത്തില്ലെന്ന് ആട്ടി പുറത്താക്കി. ശിഷ്യന്മാര് വന്ന് പറഞ്ഞു, നീ വലിയ കാര്യത്തെ ഞങ്ങൾ നിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞു വിട്ട് അയാളെ ഞങ്ങളെ ആക്ഷേപിച്ചു. മേലിങ്ങനെ അങ്ങനെയുള്ളിടത്തൊന്നും പഴയ നിയമ പ്രമാണമാണ്. ദാവീദിന് ശുണ്ഠി ഉണ്ടായി, ഇവനെ അന്ന് അതിന് ഭൂമിക്ക് മേടി വെച്ചുകൊണ്ടിരിക്കുന്നില്ല. ദാവീദ് തിരിയുമ്പോ ഈ അവന്റെ ഭാര്യ, നാബാലിന്റെ ഭാര്യ അബീഗയിൽ നല്ല മിടുമിടുക്കിയ വിവേകം ഉണ്ടെന്നാ. 2 ഉണ്ട്, വിവേകമുണ്ട് സൗന്ദര്യമുണ്ട്. ചിലതിന് സൗന്ദര്യമുണ്ട്, യൊക്കാക്കാച്ചിന് വിവേകമില്ല. ഇത് 2 ഒത്തിണങ്ങിയതാണ്. ബ്യൂട്ടി പാർലറിൽ പോയാലൊന്നും വിവേകം കിട്ടുകയല്ല, കാശ് പോകാന്നല്ലാതെ. ഇത് ദൈവിക വിവേകമാണ്. അബീഗയിൽ പെട്ടെന്ന് മനസ്സിലായി ഇത് പരിവെക്കട. അവള് പെട്ടെന്ന് കഴുതയ്ക്ക് പോകപ്പെട്ട് ബാല്യക്കാരുമായിട്ട് സാധനമെല്ലാം സെറ്റ് ചെയ്ത മലഞ്ചെരുവ് ഷോർട്ട് കട്ട് ഇറങ്ങി നമ്മൾ സൂക്ഷം ദാവീദ് അതിലേക്ക് കയറി വരുന്നു. വിവേകം കണ്ടു. അവക്കറിയാം മിക്കവാറും ദാവീദ് ഇതിലേ വരാൻ സാധ്യതയുണ്ട്. എന്തോ വിവേകമാണ് അവൾ. അതുപോലെ തന്നെ അയാള് നാബാല് യാതൊരു ഗുണം പിടിക്കാത്തൊരുത്തൻ, പേര് പോലെ തന്നെ നാബാൽ എന്നല്ലയോ അവന്റെ നിഷ്ഠൂരൻ. വലിയ കുടുംബക്കാരനാ നാബാല്, ഭയങ്കര റോയൽ ഫാമിലിയാ. നാബാൽ ഏത് ഗോത്ര? നാബാല് ഏത് ഗോത്രക്കാരൻ? അറിയാമെന്ന് പറ. അപ്പം ഒത്തുവരുന്നുണ്ട്, പറ. ഒത്തുവരുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരു കളിയുണ്ട്, ഇപ്പോഴത്തെ കാണുന്നില്ല. ഇനി ഇവിടെ എന്നാ പറയുന്നത്, അവിടെ ഇട്ടൂലിന്ന ഈ കണ്ണടച്ചിരിക്കുമ്പോൾ സെറ്റിപ്പൻ ഇടും. എന്നിട്ട് നമ്മൾ പറയും ഇനി കണ്ടുപിടിക്കണം. അപ്പം നമ്മളിങ്ങനെ അപ്പം ഇതിനോട് അടുക്കം പറയും ചൂടേ ചൂടേ ചൂടേ. അപ്പം നമ്മളിങ്ങനെ എന്ന് പറഞ്ഞ പോലെ ചൂടേ ചൂടേ ചൂടേ. പറ. ഒത്തുവരുന്നുണ്ട്, പറ. ഒത്തുവരുന്നുണ്ട്. ചൂട് ചൂട്. കാലേബ് വംശജന എന്ന് പറഞ്ഞാൽ യഹൂദാ ഗോത്രത്തിൽ യെഫുന്നെയുടെ മകനാണ് കാലേബ്. അപ്പൊ ഇവൻ ഏത് ഗോത്രക്കാരനാ? യഹൂദാ ഗോത്രക്കാരനാ. നല്ല ഗോത്രത്തിൽപ്പെട്ടവനാ, പക്ഷെ യാതൊരു ഗുണവും മണവും ഉള്ളവനല്ല, നിഷ്ഠൂരന്. പക്ഷെ ആ സഹോദരി മിടുക്കിയ. അവിടെ വിവേകം കണ്ടോ? ഷോർട്ട് കട്ട്. അന്നേരം ദാവീദ് കയറി വരുന്നതിലെ കൂടെ വൈഭവശേഷി. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നല്ല ഇതുപോലെ തരമുള്ള വൈഭവമുള്ള ദൈവകൃപയുള്ള വിവേകമുള്ള ഒരു പൈസ അല്ല ബേബി വിഷയം. 10 ലക്ഷവും ഭൂതോ നിന്റെ ആയുസ് പോയി. അവിടെ വീട്ടിൽ നിന്ന് ഒരു കാറും തന്നു. എന്തിനിങ്ങനെ കാറ് നടക്കുന്നു? BMW. അവള് പറയണം സ്റ്റാർട്ടാക്കാൻ. BMW ചാവി നിന്റെ കയ്യിലുണ്ടെന്നേ ഉള്ളു, സ്റ്റാർട്ടാക്കണേ. വളവിന്റെ അവിടെ വലത്തോട്ട് തിരിക്കാൻ, നീ ഇടത്തോട്ട് തിരിക്കാനായിരുന്നത്, വലത്തോട്ട് ഉടനെ തന്നെ. BMW ഒന്നും കിട്ടിയില്ലെങ്കിലും സൗന്ദര്യം മെച്ചമല്ലെങ്കിലും വലിവണ്ടിയെ കിട്ടിയുള്ളൂ, മതി. ദൈവകൃപയുള്ളതാണേ നീ രക്ഷപ്പെട്ടു. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ഉപവസിക്കുന്ന, ദൈവകൃപയുള്ള അഭിഷേകമുള്ള ഒരു പെൺകുട്ടി പിതാക്കന്മാരോട് പറയാ, അമ്മമാരോട് പറയാ. ആൺപിള്ളേർക്ക് പിള്ളേരെ അന്വേഷിക്കുമ്പോഴേ കാശല്ല വിഷയം. കുരുകിൽ മാറിപ്പോകുമ്പോൾ ഇത് പോകും. സൗന്ദര്യം അത് പുഴു പോലെ
ക്ഷയിക്കും. പക്ഷെ നിന്റെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ വരുന്നെങ്കിൽ, ദൈവകൃപയുള്ള ഒരു പൈതൽ വരുന്നെങ്കിൽ നിന്റെ കുടുംബം രക്ഷപ്പെടും, നിന്റെ സന്തതിക്കും ദോഷം വരികയല്ല. ഇത് കാശെല്ലാം നോക്കി അങ്ങ് കല്യാണം നടത്തും. കാശ് യഹോശാഫാത്തിന് അതല്ലേ ഉണ്ടായത്. ആകാവുമായിട്ട് സംബന്ധം കൂടി. യഹോശാഫാത്തിന്റെ മോന് യഹോരാമിനെ കൊണ്ട് ആകാബിന്റെ മോള് അതല്യായി കെട്ടിച്ചു. കാശ് നോക്കി കെട്ടിച്ചതാണ്. വന്ന കുഴപ്പടി 2-3 കഴിഞ്ഞപ്പോൾ ബന്ധുക്കാരനെ കാണാൻ ചെന്നപ്പോൾ ബന്ധുക്കാരൻ മട്ടൺ ഫ്രൈ ഒക്കെ ഒരുക്കി. മട്ടൺ തട്ടിക്കഴിഞ്ഞപ്പോൾ മറ്റേ പുള്ളി പറഞ്ഞു, നമ്മൾ ഒരു യുദ്ധത്തിന് വരുന്നോന്ന് ചോദിച്ചു. കഴിച്ചെങ്ങനെ വരികയെന്ന് പറയുന്നത്. ഉടനെ പോർക്കളത്തിൽ ചെന്ന് വിവരിക്കുന്നില്ല. ഉടനെ ബന്ധുക്കാരൻ പറഞ്ഞു, ഞാൻ വേഷം മാറി പടയെ കിടക്കും, നീ വേഷം ഇട്ടുകൊണ്ട് നിന്നോളാൻ. അപ്പൊ ആരാം സൈന്യത്തിലൊരുത്തൻ ഈ പുള്ളിയുടെ നേരെ പുള്ളി അവിടെ ഒന്നൊരൊറ്റ പ്രാർത്ഥന, കർത്താവേ ഇനി മട്ടൺ അടിക്കാൻ ഞാൻ പോകുകയല്ല, എന്നോട് ക്ഷമിക്കണമെന്ന്. ഡിന്നറായി. അപ്പം ദൈവം മനസ്സ് മാറ്റി. ആവശ്യമില്ലാത്ത ബന്ധുത, ബിസിനസ്. ബന്ധുക്കാരനും കൂടെ തർശീശിലേക്ക് ഓടാൻ കപ്പലുണ്ടാക്കി. ഓബീരിൽ ഗോൾഡിന്റെ ബിസിനസ്. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. ബിസിനസ് ഗോൾഡ്. തമ്പുരാൻ സങ്കീർത്തനത്തിൽ പറഞ്ഞു, കിഴക്കൻ കാറ്റ് കൊണ്ട് തർശീശ് കപ്പലുകളെ ആടിച്ചുടച്ചു. ആവശ്യമില്ലാത്ത ബന്ധം, ബിസിനസ് ആടിച്ചുടയ്ക്കും ദൈവം. സ്തോത്രം. ദൈവകൃപയുള്ളവരെണ്ണമുണ്ടെങ്കിൽ നീ രക്ഷപ്പെടും. അപ്പൊ തരമെന്ന വാക്കിന്റെ അർത്ഥം ആ പ്രശ്നം പരിഹരിച്ച് കണ്ടോ. അപ്പൊ രൂക്ഷമായ പ്രശ്നങ്ങൾ വന്നാൽ അത് പരിഹരിക്കാൻ തന്റെ ഇടമുള്ള സ്ത്രീകൾ, അതാണ് തരം. ഒരു പോയിന്റ് കൂടെ പറയട്ടെ, അച്ചായൻ പറഞ്ഞതുകൊണ്ട്. പ്രശ്നം ഉണ്ടാക്കാൻ ഇവരാ മിടുക്കികൾ. പ്രശ്നം ഉണ്ടാക്കാനും പിന്നെ ഇവര് മുൻപന്തിയില്ല. തെളിവ്, മോശ ഒരു ക്രൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചു. അന്നേരം കൊച്ചമ്മ കയറി അഗരോനെ കൂട്ടുപിടിച്ചേച്ച് പറഞ്ഞു, എന്നാൽ ഇവൻ ഇത് ചെയ്യേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു. നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ നോക്കണം, നമ്മൾ ഏത് ഫാമിലിയാണ്, നമ്മൾ ദൈവകൃപയൊക്കെയാണ്. ശരി, നമ്മളൊരു സഭയിലൊക്കെയാണ് കൂടുന്നത്, എല്ലാവരും പെന്തിക്കോസ്, അവർ മുങ്ങിയതാ, നമ്മൾ മുങ്ങിയതാ. പാസ്റ്റർമാർ പറയും നമ്മളൊരപ്പത്തിൻ്റെ അംശങ്ങളാന്ന് പറയാം. അതൊക്കെ ശരിയാണ്, ഞാനിപ്പോൾ എതിർക്കുന്നത്. എന്നാലും നമ്മൾ നമ്മുടെ സ്റ്റാറ്റസും നമ്മുടെ നിലയും വിലയും നോക്കണം. തന്നെയല്ല, ഇവന് എന്നോടൊരു വാക്ക് പറയണ്ടേ. ഇവനെ ഞാങ്ങണപ്പെട്ടകത്തിൽ കിടന്ന കാലമൊക്കെ ഇവനിപ്പോൾ അങ്ങ് ഇപ്പം പിന്നെ മെയിൻ പാസ്റ്റർ ആയതുകൊണ്ട് തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ എന്ത് കഷ്ടപ്പെട്ടാ ഞങ്ങളുടെ ഇടയിൽ ഞാനിങ്ങനെ നോക്കി കണ്ണിൽ എണ്ണ ഒഴിച്ചാ ഞാനിങ്ങനെ ഇവൻ എന്നോട് ചെയ്ത കടുങ്കൈ, എൻ്റെ മരണം വരെയും ഞാൻ ഈ തള്ള ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അഗരോനും കൂടെ കൂട്ടുപിടിച്ച് സഭയ്ക്കകത്ത് കലക്കി. എന്ത് പ്രശ്നം. അവസാനം വഴി വരെ മുടക്കി. കുഷ്ഠരോഗം വന്ന് 7 ദിവസം ഉണ്ട്. ഒരു തള്ള നിമിത്തം 30 ലക്ഷത്തിന്റെ വഴി മുടക്കി. അങ്ങനെയുണ്ട്. ഈ ഒരു സ്ത്രീ കാരണം 30 ലക്ഷത്തിന്റെ അങ്ങനെയുള്ള സ്ത്രീകളും ഉണ്ട്. അപ്പൊ പ്രശ്നം ഉണ്ടാക്കാനും ഇനി ബാക്കി 16 പോയിന്റ് പറയണം. വേണ്ട, അതാ നല്ലത്. 2-ാം പോയിന്റ് ആയപ്പോഴേ ദൈവത്തിന് മഹത്വം. അപ്പൊ സ്ത്രീകളെല്ലാം തിറമുള്ളവരും പുരുഷന്മാരെല്ലാം ആരോഗ്യ ദൃഢഗാത്രന്മാർ, കരുത്തുള്ളവർ. അത് പൗലോസ് പറഞ്ഞു, ശരീരത്തിന്റെ ബലമല്ല, തീത്തോസിന്റെ ലേഖനത്തിൽ വിശ്വാസത്തിൽ ആരോഗ്യം. അതുകൊണ്ട് ഓടിച്ച് അവസാനിപ്പിക്കുക. ഇവര് പറഞ്ഞു, ഇവർ യുദ്ധമുണ്ടായാൽ ഇനി പ്രശ്നമാ. തന്ത്രത്തിൽ സൂത്രത്തിൽ ഇടപെടണം. വൈക്കോല് കൊടുക്കാനായി ഇഷ്ടികയുടെ എണ്ണം കൂട്ടി ജീവനെ കൈപ്പാക്കി വല്ലാതെ വേദനിപ്പിച്ചു, പീഡിപ്പിച്ചു, പീഡനനിമിത്തം നിലവിളിച്ചു. ഒടുവിൽ ഇവരെ ഉത്തരിക്കുവാൻ ദൈവം മോശയെ തെരഞ്ഞെടുത്ത് കൂട്ടിന് അഗരോന് കൂടെ മിരിയാമിനെ ദൈവം പിടിച്ചു. അങ്ങനെ പ്രാരംഭത്തിൽ 9 ബാധ വിട്ടു, മാനസാന്തരം വരുന്നില്ല. 10ാമത്തെ ബാധ സംഹാരബാധ. ഒരു കുഞ്ഞാടിനെ അറുത്ത് ചോരത്തിൽ ആചരിക്കണം. കുഞ്ഞാട് കാണുന്ന ആടിനെ പിടിച്ച് കണ്ടിക്കരുത്. കുഞ്ഞാടിന്റെ യോഗ്യത 1 വയസ്സ് പ്രായമുള്ളത് ഊനമില്ലാത്തതും ആണുമായിരിക്കണം. അതിനെ 14-ാം തീയതി സന്ധ്യാസമയത്ത് അറുത്ത് അതിന്റെ രക്തം ഒരു കിണ്ണത്തിനെടുത്ത് ഈസോപ്പ് ചെറുകിട കെട്ടെടുത്ത് കിണ്ണത്തി മുക്ക് കട്ടളക്കാർ 2 കുറുപടിമിൽ പുരട്ടി കാല് ചെരുപ്പിട്ട് കയ്യിൽ വടിപിടിച്ച് അരമുറിക്ക് തീയിൽ ചുട്ട് കുഞ്ഞാടിനെ കയ്പുചീര കൂട്ടിപ്പിടിച്ച് ഭക്ഷിക്കണം. അന്ന് രാത്രി ആരും പുറത്തിറങ്ങരുത്. സംഹാരദൂതൻ വരിക. സംഹാരദൂതൻ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. ഈ കുഞ്ഞാട് കാൽവറിയിൽ നമുക്ക് വേണ്ടി ജീവനെ തന്ന യേശുവിന്റെ തിരുമരണത്തെ സൂചിപ്പിക്കുന്നു. പൗലോസ് പറഞ്ഞു, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, നസറയനാകുന്ന യേശു ക്രിസ്തു.
ഒറ്റവാക്കി പറഞ്ഞ രക്ഷാനിർണയം പ്രാപിച്ചു. അർദ്ധരാത്രിയിൽ റമസേസിൽ നിന്ന് ദൈവം തന്റെ ജനത്തെ പുറപ്പെടുവിച്ചു. എന്തിനേറെ, അങ്ങനെ മിസ്രയീം വിട്ട് ചെങ്കടൽ തീരത്ത് വന്ന് മുൻപ് ചെങ്കടൽ, ഇരുവശവും പർവ്വതം, പുറകിൽ വലിയ ശബ്ദം. തലയുയർത്തിയപ്പോൾ ഫറവോന്റെ സൈന്യം സെലക്ടഡ് ആയിട്ട് 600 ഇരുമ്പ് രഥങ്ങൾ, പിന്നെ അസംഖ്യം രഥങ്ങളും തേരും കുതിരപ്പടയും കാലാളും. അങ്ങനെ ഫറവോന്റെ സൈന്യത്തെ കണ്ട് ഇവർ പേടിച്ച് ഭയവികലരായി തീർന്നപ്പോൾ തമ്പുരാനോട് മോശ എന്ന് വിളിച്ചു. തമ്പുരാൻ മോശയോട് പറഞ്ഞു, പേടിക്കണ്ട, വടിയെടുത്ത് നീട്ട്, ഞാൻ ചെങ്കടലിൽ പകുക്കാൻ പോവുക. എന്തിന് അതൊക്കെ നിന്ന് പ്രസംഗിക്കേണ്ടതാ, ഞാൻ ഓടിച്ചങ്ങ് നിർത്തുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ ചെങ്കടലിനെ ദൈവം ഒറ്റ അടി അടിച്ചെന്ന, ഒരൊറ്റ അടി അടിക്ക് ചെങ്കടൽ 7 കൈവടിയായിട്ട് ചെതറിച്ചെന്ന വാക്യമുണ്ട്. വായും പിളർന്ന് നിൽക്കുക. തമ്പുരാൻ ഒരു ദൂതനെ വിളിച്ചു പറഞ്ഞോട്ട് വരാൻ പറഞ്ഞു. ചെങ്കടൽ ഇങ്ങനെ വായും പിളർന്ന് നിൽക്കുക, ഇസ്രായേൽ മക്കളെ വിഴുങ്ങാൻ. പുറകെ പറവോന്റെ സൈന്യം, പുറകെ പറവോൻ വരുന്നു, ചെങ്കടല് വിഴുങ്ങാൻ നിൽക്കുന്നു. അതാ പുറകെ പറവോനും മുമ്പിൽ ചെങ്കടലും. ചെല്ല് പണ്ടൊരു പഴഞ്ചലുണ്ട്, മാമേ ഞാൻ കുറച്ച് നാളായിട്ട് ചെകുത്താന്റെയും കടലിന്റെ നടുക്ക. ചെകുത്താൻ പുറകെ വരിക, പറവോൻ. കടല് ഇത് ഇവിടുന്നുണ്ടായ പഴഞ്ചൊല്ല. ചെകുത്താന്റെ ചെകുത്താൻ ഇങ്ങനെ നിൽക്കുക വിഴുങ്ങാൻ. അവൻ പുറകെ പറവോൻ വരുന്നു. അപ്പൊ ഇവര് നില വിളിച്ചു. തമ്പുരാൻ മോശയോട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, വടിയെടുത്ത് നീട്ടിക്കോ, ഞാൻ ചെങ്കടല് വിവാഹിക്കാൻ പോവാ. വായും പിളർന്ന് നിൽക്കുക. തമ്പുരാൻ ഒരു ദൂതനെ ഇങ്ങോട്ട് വിളിച്ചു. കോടി ദൂതന്മാരില്ല, ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി ഒരു ദൂതൻ ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞു. കാരണം ശക്തിയും ബലവുമേറിയ ദൂതന്മാരെന്നാ ലൂക്കോസ് എഴുതിയേക്കുന്നത്. ആ ദൂതന്റെ ശക്തിയെ ഒരു ദൂതനെ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, നീ അശൂർ പാളയത്തിലോട്ട് പോകാം. അവൻ ചെന്ന് ഒറ്റയടി 1,85,000. ഈ ടൈപ്പ് സാധനമായി എനിക്കും നിനക്കും കാവല്. ഒരു ദൂതൻ ഇങ്ങോട്ട് വന്നു വെച്ച് തമ്പുരാൻ ദൂതനോട് പറഞ്ഞു, നീ അങ്ങോട്ട് ചെന്ന് ചെങ്കടൽ വായും പിളർന്ന് നിൽക്കുന്ന കണ്ടോ, ഒറ്റ അടി അടിച്ചു വരാൻ. ദൂതൻ ഇങ്ങോട്ട് വന്ന ഒറ്റ അടി 7 കൈവടിയായി ചെതറി. 7 കൈവടി ചെതറി. ചെരുപ്പ് നനയാതെ മറകര കയറ്റി. അക്കരെ കയറിയ ദൈവമക്കൾ പുറകോട്ട് നോക്കിയപ്പോൾ പിന്നാലെ പാഞ്ഞു വന്ന ഫറവോനെ കാണാനില്ല. എല്ലാം വെള്ളത്തിൽ പൊങ്ങി ഒഴുകി നടക്കുക. ഈ കാഴ്ച കണ്ട് ഇവര് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ഞാൻ ഇത് ഭാഗമെല്ലാം പെട്ടെന്ന് പറഞ്ഞങ്ങ് പോകുക. കാരണം ഇത് നിന്ന് മണിക്കൂറുകളെടുത്ത് വേറെ വാക്യങ്ങൾ ചേർത്ത് കോർത്താ പറയുന്നത്. ഇന്ന് അതിന് മുതിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവര് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ വൈരിയെ ചെങ്കടലിൽ മുക്കി. 15-ാം അധ്യായത്തിന്റെ 1 മുതൽ പുറപ്പാട് 15-ന്റെ 19 വരെ സഹോദരന്മാര് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. 20-21 വാക്യത്തിൽ സഹോദരിക്ക് ഉണർവുണ്ടായി. അഹരോന്റെ സഹോദരി മിരിയ എന്ന പ്രവാചക കയ്യിൽ തപ്പെടുത്ത് നൃത്തം ചെയ്ത് സ്ത്രീകളെല്ലാം കൂടെ ചേർന്നു. അങ്ങനെ പുറപ്പാട് 15-ന്റെ 1 മുതൽ 19 വരെ സഹോദരന്മാരും 20-21 വാക്യത്തിൽ സഹോദരിമാരും പാട്ടുപാടി. നിരവധി പാട്ടുപാടി ആത്മാവിൽ ബലപ്പെട്ടു. ഇവര് ബലപ്പെട്ടതിന് ശേഷം പിന്നെ ഇവര് വന്നത് ശൂർ മരുഭൂമിയിലാണ്. അതാണ് പുറപ്പാട് 15-ന്റെ 21 മുതൽ അല്ലെ 22 മുതൽ തന്നെ വായിക്കാൻ ഉറക്കം വായിക്കാൻ. അനന്തരം മോശ ഇസ്രായേൽ ചെങ്കടന്ന് പ്രയാണം ചെയ്തവർ ശൂർ മരുഭൂമി ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയാറ്. മാറയിലെ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞില്ല, കൈപ്പുള്ളതായിരുന്നു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയുടെ അപേക്ഷിച്ചു. യഹോവ വൃക്ഷം കാണിച്ചു അവനത് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമുള്ളതായി തീർന്നു. അവിടെ വെച്ച് അവൻ ഇവർക്ക് അവരെ പരീക്ഷിച്ചു. ചട്ടവും പ്രമാണം കൊടുത്തു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും സകല കൽപ്പനകളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ മിസ്രയീമ്യർക്ക് വരുത്തിയ യാതൊരു വ്യാധിയും ഞാൻ നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. 27-ാം പിന്നെ അവർ എലീമിലെത്തി. അവിടെ 12 നീരറും 70 ഈന്തപ്പനയും. അവിടെ അവർ വെള്ളത്തിനിരികെ വാളയമിറങ്ങി. ആ ഭാഗത്തേക്കൊന്നും ഞാൻ തൊടുന്നില്ല. ഇങ്ങനെ ദൈവം ഇവരെ നടത്തി പരിപാലിച്ചു. 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ച് 12 സ്ഥലങ്ങളിൽ വെച്ച് പിറുപിറുത്ത് 10 സ്ഥലത്ത് വെച്ച് ശിക്ഷ നടത്തിയ ഇവരെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇവർ ശൂർ മരുഭൂമി താണ്ടി പിന്നെ എലീമിൽ വന്നു. മാറയിലെത്തി എലീമിൽ വന്നു. എലീം കഴിഞ്ഞ് ഇവർ സീൻ മരുഭൂമി കയറി. 16 സീൻ മരുഭൂമിയിൽ വെച്ച് പ്രശ്നം പിറുപിറുപ്പ് വിവരിക്കുന്നില്ല. ഇവര് പറഞ്ഞ് ഞങ്ങൾ ഇറച്ചിക്കലത്തിന്റെ അടുക്കലാണ്. അതൊന്ന് വായിച്ചേ. 16-ന്റെ 1-ഉം 2-ഉം പെട്ടെന്ന്. ഇനി സമയമില്ല. പെട്ടെന്ന് ഞങ്ങൾ ഇറച്ചിക്കലത്തിന്റെ അടുക്കലിരുന്നു. അപ്പൊ ഇരിക്കുന്നത് എവിടാ? ഇറച്ചിക്കലത്തിന്റെ ഇരിക്കേണ്ടിടത്തൊന്നും അല്ല ഇരിക്കേണ്ടത്. ഇരിക്കേണ്ടത് പോലും അല്ല ഇരിക്കുന്നത്. ഇറച്ചിക്കലത്തിന്റെ അടുക്കൽ ഇരിക്കാനാണ് നാം ഇസ്രായേൽ എന്ന് പുറപ്പെടുവിച്ചേ. ഞങ്ങൾ ഇറച്ചിക്കലത്തിന്റെ അടുക്കൽ. ദൈവമക്കൾക്ക് ഇരിക്കാനും നിൽക്കാനും ഒക്കെ വ്യവസ്ഥയുണ്ട്. അപ്രകാരം കൂടാരവാതിക്കൽ ഇരുന്നു ലോത്ത്. അങ്ങനെ രണ്ടുപേരും ഒന്നിച്ചിറങ്ങിയതാ മെസപ്പൊട്ടോമിയായിന്ന്. സാക്ഷിയൊക്കെ പറയുമ്പോൾ ഞാനും ഞങ്ങളുടെ ഉപ്പാപ്പനും ഹാലൂയ 82 ഒന്നിച്ചിറങ്ങുവാൻ തക്കവണ്ണം ഹാലൂയ. ഇപ്പൊ നിന്റെ ഇരിപ്പ് എവിടാ? കലിങ്കേല്. ഉപ്പാപ്പൻ കൂടാരവാതിക്കൽ ഇരിക്കുക. ലോത്തിരിക്കുന്നതോ പട്ടണവാതിക്കൽ. അപ്പുറം കൂടാരവാതിക്കായിരുന്നു. എന്തോടുക്കായിരുന്നു?
ലോത്ത് പട്ടണമാണെന്ന് കയറുന്ന തന്നെയാണ് കയറുന്നത്. അബ്രഹാം കൂടാരവാതിക്കൽ ഇരുന്നു, ലോത്ത് പട്ടണവാതിക്കൽ. ഏത് പട്ടണം? സോദോം പട്ടണം. അബ്രഹാം കൂടാരവാതിക്കൽ ഇരുന്ന് വെറുതെ ഇരിക്കുകയല്ല. ഇരുന്നതിനെ പറ്റി എബ്രായ ലേഖനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, വാഗ്ദത്തങ്ങൾക്ക് കൂട്ടവകാശികളാകുന്ന ഇസഹാക്കിനോട് യാക്കോബിനോട് കൂടെ കൂടാരങ്ങളിൽ പാർത്ത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരം കണ്ടുകൊണ്ടിരിക്കുക. ലോത്ത് പട്ടണവാതിക്കൽ ഇരുന്ന് നഗരം കാണുകയായിരുന്നു. പുള്ളി പട്ടണവാതിക്കൽ ഇരുന്ന് അവിടുത്തെ താഴത്തെ നഗരം കണ്ടു. അവിടെ കണ്ടോണ്ട് ഇരിക്കുന്നത്, പത്രോസ് പറഞ്ഞിരിക്കുന്നത്, നാൾതോറും അവരുടെ അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സ് നൊന്ത് ഒടുവിൽ വലഞ്ഞു. വലഞ്ഞൊന്നും ഞാൻ വിവരിക്കുന്നില്ല. രണ്ടുപേരും ഒന്നിച്ചിറങ്ങി. ഒരാള് നിത്യത പട്ടണം കണ്ടുകൊണ്ടിരിക്കുന്നു, ഒരുത്തൻ പാപം കണ്ടുകൊണ്ടിരിക്കുന്നു. സംഭവിച്ചതോ, പട്ടണം കണ്ടുകൊണ്ടിരുന്നവനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതിയെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. പാപം കണ്ടവന്റെ സന്തതി, പെൺമക്കളെ കൂടി ഉണ്ട്, ആ സന്തതിയോട് പറഞ്ഞ് 10 തലമുറ കയറിയേക്കരുത്. കണ്ടോ? ഇവർ ഇറച്ചിക്കലത്തിന്റെ അടുക്കലിരിക്കുക. ഭയങ്കര പ്രശ്നം. തമ്പുരാൻ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കേണ്ട, കാടയും കൊടുക്കും മഞ്ഞയും കൊടുക്കും. വിവരിക്കുന്നില്ലെന്നേ ഉള്ളൂ. കാട കൊടുത്ത് കാട ഇങ്ങനെ പറത്തി കൊണ്ടുവന്ന് എത്തിപ്പിടിച്ച് ചിക്കി തിന്നാൻ പറഞ്ഞു. എത്തിപ്പിടിച്ച് ഇവനെല്ലാം എത്തിപ്പിടിച്ച് ചിക്കി തിന്ന. സങ്കീർത്തനക്കാരൻ്റെ വാക്യവും കൂടെ ചേർത്ത് ഞാൻ പറയാം. എത്തിപ്പിടിച്ചു, ചിക്കി തിന്നു, തട്ടിപ്പോയി. ഭക്ഷണം അവരുടെ വായിലിരിക്കുമ്പോൾ പെട്ടെന്നൊരു ബാധ തട്ടി, പുഷ്ടന്മാർ പട്ടു. അവിടെ 16-ാം അധ്യായത്തിൽ മന്ന കൊടുത്തു. നല്ല ഭക്ഷണം, മന്ന അങ്ങോട്ട് ദൈവം പൊടിപ്പിച്ചു കൊടുത്തു. ഇവര് ഇറച്ചിക്കൊക്കെ ബഹളം ഉണ്ടാക്കി, ഇവിടെ അപ്പവും ഇല്ല വെള്ളവും ഇല്ലെന്ന് പറയാം. അപ്പൊ തമ്പുരാൻ അപ്പം മറച്ചിപ്പിച്ചു. മന്ന, ആ മന്ന യേശു ക്രിസ്തുവിന് നിഴല. 1-2 കാര്യം പറഞ്ഞെന്ന് നിർത്താം. ഈ മന്ന ക്രിസ്തുവേശുവിന് നിഴല. കാരണം ഈ മന്നയുടെ വിശേഷത മേളിൽ നിന്ന് വന്നതാ. മുകളിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ബാക്കി സകല എണ്ണം താഴെ നിന്ന് മേളിലോട്ട് പോവുകയും പോകാനിരിക്കുകയും ചെയ്യുമ്പോൾ മുകളിൽ നിന്നിറങ്ങി വന്ന ഒരുവനേ ഉള്ളൂ, നസറായൻ. മന്ന ക്രിസ്തുവിന് നിഴല. മാത്രമല്ല മന്നയെ പറ്റി വായിക്കുന്നത് ചെറുതാ, കൊത്തമ്പാലരി പോലെ ചെറുതാ. അതെന്നാന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനെ കാണിക്കുന്നതാ. എന്ത്? വലിയവനായ ദൈവം എന്നെയും നിന്നെയും രക്ഷിപ്പാൻ ചെറിയവനായിട്ട് അവതരിച്ചു. ഈ അണ്ടകടാകത്തെ നിർമ്മിച്ചവൻ ബ്രഹ്മാണ്ടം, കോടിടാണ്ടം, പ്രകടിത ഘടകം, തൽപ്പലാണ്ടം, തൃണാണ്ടം, മണ്ഡം, മണ്ഡം, മണ്ടിമ്പാ, അണ്ടകടാകം, നക്ഷത്രമണ്ഡലങ്ങൾ, 9 കോടിയോടും 30 ലക്ഷം മൈൽ അമ്പരക്ക് മാറകലത്തിലാണ് അസ്കരൻ പ്രേക്ഷകർ എണ്ണീട്ടുള്ള നക്ഷത്രമാകമാന സൂക്ഷ്മമായ 60 കോടി എന്നറിയണം. ഭൂവിലും മടങ്ങടും ഭാഗവൻ ബൃഹസ്പതി 8 ചന്ദ്രന്മാരുടെയും 12 ലക്ഷാധികം അർക്കനും നേതിഷ്ടമാം 5 ലക്ഷം കോടികൾ മൈൽ ദൂരവേ ചരിക്കുന്നു. ഭൂഗോളം ഇതിന് വ്യാസം സഹസ്രാഷ്ടകം മൈൽ, ആകവേ 28,000 പരീണാഹം. ഇതൊക്കെ ചിന്തിച്ച അസുഖം ഉണ്ടാകും. ഇങ്ങനെയുള്ള അണ്ടകട നക്ഷത്രങ്ങളെല്ലാം വാരി വെതറിയിട്ടിരിക്കുക. ഒരെണ്ണം കൂട്ടിമുട്ടുന്നില്ല. അയ്യോ, എത്തും പിടിയും കിട്ടുകയല്ല. ഈ സൃഷ്ടിയുടെ ഉടമസ്ഥനായ ദൈവം, വലിയവനായ ദൈവം, ഭൂമിയേക്കാൾ വലിപ്പമുള്ള എത്ര ഗോളങ്ങളാ. സയൻസ് പഠിക്കുന്ന പിള്ളേർ ഇല്ലേ മോനെ? പറയണ ഭൂമിയേക്കാൾ വലിപ്പമുള്ള അയ്യോ ഗ്രഹങ്ങളുണ്ട്. അതാ അവനറിയാം, ധാരാളം. അതൊക്കെ വെച്ച് നോക്കുമ്പോ ചെറിയ പൊട്ട് പോലെ ഈ ഭൂമി. ആ പൊട്ട് പോലുള്ള ഈ ഭൂമിയിൽ കൂടുതൽ ഭാഗം വെള്ളമാണ്, കുറച്ച് ഭാഗം ആ കര. ആ കരയിൽ തന്നെ പല രാജ്യവും വലുതാ. അങ്ങനെയുള്ള വലിയ വലിയ രാജ്യങ്ങൾ കിടക്കുന്നതിന് നടുവിൽ ഒരു പൊട്ട് പോലെ കിടക്കുന്നതാ പലസ്തീൻ, ഇസ്രായേൽ. ആ പൊട്ട് പോലെ കിടക്കുന്ന രാജ്യത്തിൽ ഒരു ചെറിയ സ്ഥലമാണ് ബേത്ലഹേം, നസറേത്ത്. ചെറിയ സ്ഥലമാണ്. ആ ചെറിയ സ്ഥലത്ത് ഒരു ചെറിയ വീട്. ആ ചെറിയ വീട്ടിൽ ഒരു മാന്യ സഹോദരി. എൻ്റെ അഭിപ്രായം 6 അടി പൊക്കമെന്ന് വെച്ചോ, പലസ്തീനിലെ സ്ത്രീകളല്ലേ. ആ 6 അടി പൊക്കത്തിൽ
ഒരു ചാൺ വയറെന്നാണല്ലോ സാധാരണ നാടൻ കണക്ക്. അതിനകത്തൊരു ചെറിയ ഗർഭപാത്രം, അതിനകത്ത് ചെറുതായിട്ട് ഉരുവായ ക്രിസ്തു, ഈ കാണുന്ന അണ്ടകടാകത്തെ നിർമ്മിച്ച വലിയവനായ ദൈവം എനിക്കും നിനക്കും വേണ്ടി ഒരു മാന്യ വനിതയുടെ ഉദരത്തിൽ ചെറുതായി തീർന്ന കൃപ വലുതാ. ഇന്ന് രാത്രി ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക. അതാണ് ഈ മന്ന. ഉയരത്തിൽ നിന്ന് വീണ ആ മന്ന ചെറുതാ ചെറുതാ. സ്തോത്രം സ്തോത്രം. ക്രിസ്തു എന്നെയും നിന്നെയും രക്ഷിപ്പാൻ ചെറുതായി നമുക്കൊന്ന് ചെറുതായാൽ തന്നെ. മാത്രമല്ല ഈ മന്നയുടെ വിശേഷത അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. ബാക്കി സഭായത്തിന് പറയാം, അതേ ഒക്കുള്ളൂ. ഇനിയിപ്പം അത് ഒരു ഒക്കത്തില്ലെങ്കിൽ സഭായത്തിന് പറയാം. ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു പോയിന്റ് കൂടെ. ഒന്ന്, ഇത് മുകളിൽ നിന്ന് വീണതാ. രണ്ട്, വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ ക്രിസ്തു നമുക്ക് വേണ്ടി ചെറുതായിട്ട് ഇവിടെ അവതരിച്ചു. അതാ മന്ന. മന്നയുടെ മൂന്നാമത്തെ പ്രത്യേകത ഉരുണ്ടായിരിക്കും. കൊത്തമ്പാലിന് പോലെ ഉരുണ്ടതാ. അതിന്റെ ഒരു ആശയം അതിങ്ങനെ അങ്ങ് ചിന്തിക്കുന്നതാ. എന്റെ ശൈലി പറയാ, മന്നയ്ക്ക് മൊനയില്ല. ഉരുണ്ടിരിക്കുന്നത് കൊണ്ട് മന്നയ്ക്ക് മൊനയില്ല എന്ന് പറഞ്ഞാൽ, ഈ മന്ന ഇങ്ങനെ എടുത്തു വച്ച എവിടുന്ന് നോക്കിയാലും ഇത് ഒരുപോലെ മുട്ടും മുഴയും മൊനയില്ല എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന് യാതൊരു പാപവുമില്ല. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, കളങ്കമില്ലാത്തവൻ, അകൃത്യമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേച്ചാത്തവൻ, പാപമില്ലാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. 5-6 കോടതി മാറി മാറി വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും കണ്ടില്ലല്ലോ. പീലാത്തോസ് വിസ്തരിച്ചു, ഹെരോദാവ് വിസ്തരിച്ചു, സന്നിധി സംഘങ്ങൾ മാറി മാറി വിസ്തരിച്ചു, ഹന്നാസും കയ്യപ്പാവും മാറി മാറി വിസ്തരിച്ചു, വന്നവര് വിസ്തരിച്ചു, ഒരു കുറ്റവും കണ്ടില്ല. കള്ളസാക്ഷിയെ കൊണ്ടുവന്നു, ഒത്തു വന്നില്ല. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേശാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. ഹല്ലേലൂയ. എവിടെ നിന്ന് നോക്കിയാലും ഒരു ഊനവുമില്ല. ഇതുപോലെ നിർമ്മലനായ, പരിശുദ്ധനായ, വിശ്വസ്തനായ ഒരുവനില്ല. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ വലിയവൻ, മോശയേക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവൻ, യോനയേക്കാൾ വലിയവൻ, ദൈവാലയത്തേക്കാൾ വലിയവൻ, യോശുവയേക്കാൾ വലിയവൻ, ദൂതന്മാരെക്കാൾ വലിയവൻ, അപ്പോസ്തലന്മാരെക്കാൾ വലിയവൻ, സ്വർഗത്തേക്കാൾ വലിയവൻ യേശു ക്രിസ്തു മാത്രം. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. കർത്താവ് അനുവദിച്ചാൽ നാളെ സഭായത്തിന് ശേഷമുള്ള ഭാഗം കൂടെ നമുക്ക് ചിന്തിക്കാം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിർമ്മലമായ രക്തം ശർമ്മദാ നീ ചൊരിഞ്ഞു, നിർമ്മലമായ രക്തം ശർമ്മദാ നീ ചൊരിഞ്ഞു, കന്മക്ഷം പോക്കി ദുഷ്ട കർമ്മ ഫലത്തിൽ നിന്നു വിടുതൽ ചെയ്ത ഞങ്ങളടി വണങ്ങിടുന്നേ. ആമേൻ. വിടുതൽ ചെയ്തതി തുങ്കപ്രതാപമാർന്ന ശ്രീയേശു നായകനെ. കൈയടിച്ച് ചേർന്നു. ഞങ്ങൾക്ക് നന്മ ചെയ്ത കാരുണ്യ വിധിയെ വണങ്ങിടുന്നടിയാർ തവ പാദങ്ങൾ ആശ്രയമേ. ആമേൻ. വണങ്ങിടുന്നടി. കൈയടിച്ച് ചേർന്ന്. ഓ ഹന്നാസും കയ്യപ്പാവും ഹെരോദു വന്നു നിന്നെ, ഹന്നാസും കയ്യപ്പാവും ഹെരോദു വന്നു നിന്നെ, നിന്ദിച്ചു പീഡ ചെയ്തതെല്ലാം സഹിച്ചുവല്ലോ, മറുത്തതില്ലതെല്ലും റോമാ ഗവർണർ മുൻപിൽ നീ. ആമേൻ. മറുത്തതില്ലതെല്ലും റോമാ.
പേശി പുലമ്പി ദുഷ്ടർ ക്രൂശിച്ചിടും പൊഴുതും, പേശി പുലമ്പി ദുഷ്ടർ ക്രൂശിച്ചിടും പൊഴുതും, വാശിക്കതീതമായി തീർന്നില്ല നിൻ ഹൃദയ വിമല കാന്തി ചേർന്നു, മുഖം വിളങ്ങി ശാന്തിയാർന്നു, വിമല കാന്തി ചേർന്നു മുഖം. നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാർ, നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാർ, വൻ പ്രതികൂല മധ്യ മുൻപോട്ട് തജയുവാൻ തിരുമുഖ പ്രകാശം ഞങ്ങൾ കരുൾക നീ സദത, തിരുമുഖ പ്രകാശം ഞങ്ങൾ. ലോകൈക സൽഗുരുവേ സ്വർജീവന കരുവേ, ലോകൈക സൽഗുരുവേ സ്വർജീവന കരുവേ, ദാസർക്കഭീഷ്ടമേകും മന്ദാരമ കരുവേ, തിരുവടി നിയതം ഞങ്ങൾ കരുളണമഭയം, തിരുവടി നിയതം ഞങ്ങൾ. തത്വാഭിത്വാ മുനിയെ ദുഷ്ടലോക ശനിയെ, തത്വാഭിത്വാ മുനിയെ ദുഷ്ടലോക ശനിയെ, സത്യവേദധ്വനിയെ ജീവഗമ കനിയെ, കരുണയും ധ്വനിയെ ഞങ്ങൾ വരുന്നിതാതനിയെ, കരുണയും ധ്വനിയെ ഞങ്ങൾ വരുന്നിതാതനിയെ. ആമേൻ. തുംഗപ്രതാപമാർന്ന ശ്രീയേശു നായകനെ ചേർന്ന് പാട്. ഓ ശ്രീയേശു നായകനെ, ഞങ്ങൾക്ക് നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, ഞങ്ങൾക്ക് ചേർന്ന് പാടാം. വാരിധിയെ വണങ്ങിടും നടിയാർ തവ പാദങ്ങളാശയമേ. ആമേൻ. കൈയടിച്ചു ചേർന്ന്. ഓ നിർമ്മലമായ രക്തം ശർമ്മദാ നീ ചൊരിഞ്ഞു, നിർമ്മലമായ രക്തം ശർമ്മദാ നീ ചൊരിഞ്ഞു, കന്മാറ്റം പോക്കി ദുഷ്ടകർമ്മ ഫലത്തിൽ നിന്നു വിടുതൽ ചെയ്തതിനാൽ ഞങ്ങൾ അടിവണങ്ങിടുന്നേ. ആമേൻ. ചേർന്ന് കൈയടിച്ച് അടിവണങ്ങിടുന്നേ. ആമേൻ. തുംഗപ്രതാപമാർന്ന ശ്രീയേശു നായകനെ, തുംഗപ്രതാപമാർന്ന ശ്രീയേശു നായകനെ, ഞങ്ങൾക്ക് നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, ഞങ്ങൾക്ക് നന്മ ചെയ്ത പുണ്യവാരിധിയെ വണങ്ങിടും നടിയാർ തവ പാദങ്ങളാശയം, ഓറി വണങ്ങിടും നടിയാർ. ഓ നിർമ്മലമായ രക്തം ശർമ്മദാ നീ ചൊരിഞ്ഞു, നിർമ്മലമായ രക്തം ശർമ്മദാ നീ ചൊരിഞ്ഞു, കന്മാറ്റം പോക്കി ദുഷ്ടകർമ്മ ഫലത്തിൽ നിന്നു വിടുതൽ ചെയ്തതിനാൽ ഞങ്ങൾ അടിവണങ്ങിടും, ഓറി വിടുതൽ ചെയ്തതിനാൽ അടിവണങ്ങിടുന്നു. ആമേ. തുംഗപ്രതാപമാർന്ന ശ്രീയേശു നായകനെ, തുംഗ ഉടാരബലബ ശൈലബലബലബലബലബൽ അങ്ങനെ, ഞങ്ങൾക്ക് നന്മ ചെയ്ത പുണ്യവാരിധിയെ, ഞങ്ങൾക്ക് ഉടാരബ ശൈലബലബലബലബല. ഓ വണങ്ങിടും നടിയാർ തവ പാദങ്ങളാശയമേ. ആമേൻ. വണങ്ങിടും നടിയാർ തവ പാദങ്ങളാശയമേ, ഓറി വണങ്ങിടും നടിയാർ പാദങ്ങളാശയമേ. ആമേ. വണങ്ങിടും നടി ഊടാരബലബലബ ശൈലബലബലബല ദിവികബലബലബല ദിരബലബലബലബല. ഓ റിബി റിബി കബലബലബലബല ധീരബലബലബലബല ദിരികബലബലബല ദിരികബലബലബല. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം തീട്ടാത്തവൻ, പാപമേശാത്തവൻ, കളങ്കമില്ലാത്തവൻ, നിർമ്മലൻ, നിർദോഷൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ, യോ സ്വർഗത്തെക്കാൾ വലിയവൻ. ഉടാ ധരാ 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 ധിര 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 ധിര. ഓ രി സി സി ദിരബലബലബല ദിരികബലബലബല അന്തൽ കടകന വാദവക്ഷസി ദൂരബ ചൈതൽ കബലബലബലബല ദിരി തിരി തിരി തിരി. ഓ രികബലബലബലബല അന്തല ജലദല വൈരബലബലബല ധീര ധര ധിര ധിര ധിര.
ശൈതാരനാന വിരാതരാ തിരി 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 ഓ റിബട ബട ബല ബട ബല ഇരബട ബട ബല ബദല ബട ബല ഓ റിബിക ബട ബട ബല ബദല ബ ശൈദല ബട ബല ഉറാദലാദരാ തിരി തിരി കബട ബട ഓ ജീസസ് കരമുയർത്തി ഹല്ലേലൂയ പാടാം ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം